എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാസ്മിൻ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹൗ ടു യൂസ് മെൻസ്ട്രുവൽ കപ്പ് എന്നതിനെ കുറിച്ചിട്ടാണ്. മെൻസ്ട്രുവൽ കപ്പ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം. ആദ്യം തന്നെ പറയട്ടെ, പീരീഡ്സ് ടൈമിൽ അല്ലെങ്കിൽ മെൻസ്ട്രുവൽ ടൈമിൽ മാത്രമേ നമുക്ക് മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ വൈറ്റ് ഡിസ്ചാർജ് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് നമുക്ക് മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാരണ 3 സൈസസിലാണ്, 3 ഡിഫറെൻറ്റ് സൈസസിലാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയി കിട്ടാറുള്ളത്. സ്മോൾ സൈസ്, മീഡിയം സൈസ്, ലാർജ് സൈസ്. സ്മോൾ സൈസ് കൂടുതലായിട്ടും അൺമാരീഡ് ആയിട്ടുള്ള ഗേൾസിന്, എക്സസീവ് ബ്ലീഡിങ് ഇല്ലാത്തവർക്ക്, അൺമാരീഡ് ആയിട്ടുള്ള ഗേൾസിനുമാണ് സ്മോൾ സൈസ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. മീഡിയം സൈസ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് മാരീഡ് ഗേൾസ്, എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് ഇല്ല എന്നുണ്ടെങ്കിലും, കൂടാതെ തന്നെ വജിനൽ ഡെലിവറി കഴിഞ്ഞവർക്കാണെങ്കിലും, ഫസ്റ്റ് 1 ടൈം വജിനൽ ഡെലിവറി കഴിഞ്ഞവർക്ക്, എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് ഇല്ലാത്തവർക്കും മീഡിയം സൈസ് ഉപയോഗിക്കാവുന്നതാണ്. ലാർജ് സൈസ് എപ്പോഴും 1 ടൈമിൽ കൂടുതൽ ഡെലിവറി, വജിനൽ ഡെലിവറി കഴിഞ്ഞവർക്കും, എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉള്ളവർക്കും, മാരീഡ് ആയിട്ടുള്ള വുമൺസിനുമാണ് ലാർജ് സൈസ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇതിന് എങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതിനെ കുറിച്ച് നോക്കാം. ഒരു യൂറോപ്യൻ ടോയ്ലറ്റിൽ കാം ആൻഡ് കൂളായിട്ട് നമ്മൾ ഇരിക്കുക. എന്നിട്ട് ഇത് 2 ടെക്നിക്സ് ഉണ്ട് ഇത് ഫോൾഡ് ചെയ്യുന്നതിന്. ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇത് സി ഷേപ്പിൽ ഫോൾഡ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. സി ഷേപ്പ് അല്ലെങ്കിൽ യു ഷേപ്പ് എന്ന് പറയും. എന്നിട്ട് ആഫ്റ്റർ ഇൻസേർഷൻ നമ്മൾ ഇത് ജസ്റ്റ് വിട്ടു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഓപ്പൺ ആകും, ടൈറ്റ് ആയിട്ടിരിക്കും, താഴേക്ക് വരില്ല. പിന്നെ ഒരു 7 hours 8 hours ശേഷം നമുക്കിത് റിമൂവ് ചെയ്ത്, ഇതിന് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് റീഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇത് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ അറ്റം ഈ ഒരു പോർഷനിൽ പിടിച്ചിട്ട് ജസ്റ്റ് സ്ലൈറ്റ് മുകളിലേക്ക് ഒന്ന് ചെറിയൊരു പ്രഷർ കൊടുക്കുക. എന്നിട്ട് താഴേക്ക് വലിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് വരും. ഇതിന് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡ് റിമൂവ് ചെയ്യുക, വാഷ് ചെയ്യുക, റീഇൻസേർട്ട് ചെയ്യുക. അതുപോലെ ഇത് സ്റ്റെറിലൈസേഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഒരു പാത്രം സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ ഒരു പാത്രത്തിൽ ഒരു പകുതിയോളം വെള്ളം നിറച്ചിട്ട് ഈ കപ്പ് അതിനുള്ളിലേക്ക് ഇടുക. ഒരു 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തിരിച്ചെടുക്കാം. ഉള്ളിൽ നമുക്കത് ക്ലീൻ ചെയ്യാം. ഉള്ളിൽ ഒരു ടിഷ്യൂവോ അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ ഉൾവശം ഡ്രൈ ചെയ്ത് നമുക്ക് ഇത് തിരിച്ചിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നെക്സ്റ്റ് ടൈം നമുക്ക് യൂസിനായിട്ട് ജസ്റ്റ് വാഷ് ചെയ്തിട്ടങ്ങ് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് 10 years വരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാമെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ 10 years ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ സാനിറ്ററി പാഡുകളേക്കാൾ എന്തുകൊണ്ടും സേഫ് തന്നെയാണ് മെൻസ്ട്രുവൽ കപ്പ്. പക്ഷേ ഒരു 2 years 3 years ആകുമ്പോൾ നമുക്ക് ഇത് മാറ്റിയിട്ട് പുതിയത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ബോഡിക്കും എൻവയോൺമെൻറ്റിനും ഏറ്റവും നല്ലത്, സാനിറ്ററി പാഡുകളേക്കാൾ ഏറ്റവും നല്ലത് മെൻസ്ട്രുവൽ കപ്പുകൾ തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.